പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹത്തോടെ ഈ അൽത്താരയിൽ നമ്മുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹനാഥനായ ഈശോയെ, തിരുവോസ്തുരൂപനായി അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുമ്പോൾ ഈ നിമിഷം ഞങ്ങൾ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവിനെ കണ്ടെത്തുവാൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവൻ. കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്ന സമയമാണ് ഈ 3 മണി സമയം. ദൈവത്തിൻ്റെ വലിയ കരുണ മനുഷ്യവംശത്തിൻ്റെ മേൽ ഇറങ്ങി മനുഷ്യവംശത്തെ മൊത്തം വിശുദ്ധീകരിക്കുന്ന ആ ഒരു വലിയ മഹനീയമായ നിമിഷം. ഈ ഒരു നിമിഷം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ദൈവം ഇതുപോലെ കരുണ ചൊരിഞ്ഞ് കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ പ്രവാചകനിലൂടെ പറഞ്ഞ കാര്യം, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. ഒരു വലിയ വാഗ്ദാനം തന്ന് നമ്മളെ സ്നേഹിക്കുന്ന, ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാതെ കർത്താവിനൊപ്പമായിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മേൽ കരുണ ചൊരിയുന്ന കർത്താവിൻ്റെ ആ ഒരു സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മണിക്കൂറിൽ കർത്താവ് വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ ദൈവം മനുഷ്യവംശത്തിൻ്റെ മേൽ ചുരിഞ്ഞ അനന്തമായ കരുണയ യേശുക്രിസ്തുവിലൂടെ നമുക്കെല്ലാവർക്കും ലഭിച്ചു. ദൈവം വാഗ്ദാനം ചെയ്ത ഒരു വലിയ കാര്യമാണ്, നന്മ ചെയ്ത് ദൈവത്തോടൊപ്പം വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആ ഒരു സാമീപ്യവും ദൈവത്തിൻ്റെ സംരക്ഷണവും ഉറപ്പുണ്ട്. പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്ന കാര്യമാണ്. നന്മ ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ സംരക്ഷകനായി, അതുപോലെ തന്നെ അപകടങ്ങളിൽ അവർക്കൊരു അനർത്ഥങ്ങളിലുമൊക്കെ ഒരു വലിയ ആശ്വാസമായി, സംരക്ഷകനായ കർത്താവ് കൂടെ വസിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. തോബിത്തിൻ്റെ പുസ്തകത്തിൽ മകൻ തോബിയാസിനെ പറഞ്ഞയക്കുന്ന തോബിത്തുണ്ട്. അവിടെ കൂട്ടുകാരനായിട്ട് കിട്ടുന്നത് സൽപ്രവർത്തികളൊക്കെ ചെയ്ത് ദൈവത്തിന് മുമ്പിൽ പ്രീതിജനകമായി ജീവിച്ച തോബിയാസിനെ അയക്കുവാനായിട്ട് കൂടെ ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുന്ന റഫായേൽ തന്നെയാണ്. ഒരു ദൂതനായിട്ട് കൂടെ വന്ന് എല്ലാ കാര്യങ്ങളിലും തോബിയാസിനെ സഹായിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ തോബിയാസിൻ്റെ വിവാഹ ദിവസം ഒത്തിരിയേറെ പ്രതിസന്ധികളൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അവിടെ ദൂതൻ കൃത്യമായിട്ടും പറഞ്ഞ് പഠിപ്പിക്കുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ കർത്താവ് കാരുണ്യം കാണിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന തോബിയാസിനെ കാണാൻ പറ്റും. തൻ്റെ വിവാഹ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ ഒത്തിരിയേറെ ആകുലതകളും പ്രതിസന്ധികളുമുണ്ട്. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ
ഒത്തിരിയേറെ മുമ്പ് നടത്തിയ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യ രാത്രി തന്നെ ഭർത്താവ് മരിച്ചുപോയി. ഒത്തിരിയേറെ ആകുലതകളും ടെൻഷനും ഒക്കെ ആയിട്ടാണ് തോബിയാസ് ഈ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ അവിടെ ദൂതൻ അവനെ പറഞ്ഞ് പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുമ്പിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തെ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവൻ. ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടുത്തേക്ക് നന്ദി പറയാൻ അമാന്തിക്കരുത്. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ ദൈവം നൽകുന്ന വചനത്തിലൂടെ നമുക്ക് നൽകുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയും. അത് പരസ്യപ്പെടുത്തുന്നതും അതുപോലെ ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചു എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റു പറയുന്നത് ലജ്ജാവഹമായ ഒരു കാര്യമായി കണക്കാക്കാതെ ധീരതയോടെ കർത്താവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറുക. വീണ്ടും നമ്മൾ കാണുന്നത് കൃത്യമായിട്ടും അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൂതൻ പറയുന്ന കാര്യം ഇതാണ്: നീ അവളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഇരുവരും എഴുന്നേറ്റ് നിന്ന് കാരുണ്യവാനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നമ്മളെ വീണ്ടും വചനം ഓർമ്മിപ്പിക്കുകയാണ്. അതായത് കുടുംബജീവിതം അത് ദൈവിക സംരക്ഷണത്തിൽ നിറയുന്നതിന് നമ്മുടെ ജീവിതത്തിൽ വേണ്ട രണ്ടാമത്തെ കാര്യം ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം കരുണ ചൊരിഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈശാചിക ശക്തിക്കും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പിശാച് ഓടിപ്പോകുന്നത് കാണാൻ പറ്റുമെന്നാണ് ദൂതൻ പറഞ്ഞത്. അപ്പോൾ അത് പൂർണ്ണമായും മനസ്സിലാക്കി തോബിയാസ് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ മണവറയിലേക്ക് പ്രവേശിക്കുക കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടിയാണ് അവരാദ്യം പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള മുൻപോട്ടുള്ള ജീവിതത്തെയും സ്വപ്ന സാക്ഷാത്കാരത്തെക്കുറിച്ചൊന്നുമല്ല, മറിച്ച് അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. വീണ്ടും ഇവിടെ പറയുന്ന കാര്യം ഇതാണ്: കർത്താവേ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണം. അപ്പോൾ അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കർത്താവിൻ്റെ കരുണ കൂടെ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ട ഒരു കാര്യം ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തെടുക്കുക. എന്തുമാത്രം അനുഗ്രഹങ്ങളാണ്! എണ്ണിയാൽ തീരാത്ത രീതിയിൽ ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് മാറും. ഒരു മടിയും ഒരു ലജ്ജയുമില്ലാതെ, അതായത് ദൈവത്തെ പ്രകീർത്തിക്കുന്നത് അഭിമാനകരമായ കാര്യമാണ് എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ പ്രകീർത്തിക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. നന്മ ചെയ്യുക, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യത്തോടൊപ്പം തന്നെ ദൈവം വചനം നമ്മളോട് പറഞ്ഞ കാര്യം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും അനൈക്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതങ്ങനെ പരിഹരിക്കാമെന്നാണ്. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയുടെ നിറവ് അനുഭവപ്പെടണം. അതിന് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തോബിയാസ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, നിൻ്റെ കാരുണ്യം ഞങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കണം. അപ്രകാരം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നൽകുന്ന ഈ ഒരു വലിയ രക്ഷയുടെ അനുഭവം, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നിത്യരക്ഷയിലേക്ക് നമ്മൾ തീർത്ഥാടനം ചെയ്യുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കരുണയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കാരുണ്യവാനും നല്ലവനുമാണ്. കർത്താവിൻ്റെ ആ ഒരു കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്ന കാര്യമാണ്. കുറച്ച് നേരത്തേക്ക് മാത്രമുള്ള കാരുണ്യമല്ല, മറിച്ച് എന്നേക്കും നിലനിൽക്കുന്ന കാരുണ്യം. ആ ഒരു കാരുണ്യത്തിലാണ് നമ്മൾ ശരണം വയ്ക്കുക. അതായത് ഈശോ മിശിഹ ഇന്നലെയും ഇന്നും നാളെയും ഒരു വ്യക്തി തന്നെയാണ്. അതായത് ദൈവത്തിൻ്റെ കരുണ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. നമ്മളോട് കാണിച്ച അനന്തമായ കരുണയെ ഓർത്ത് ദൈവത്തിന്
നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്തുതിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നിയോഗങ്ങളും, പ്രാർത്ഥനകളും എല്ലാം, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും, നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. തോബിയസും കുടുംബവും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിലും ദൈവത്തിൻ്റെ കരുണ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ കുടുംബങ്ങളെ നിറയ്ക്കുമ്പോൾ വിശുദ്ധിയോടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, മരിക്കുകയാണെങ്കിലും കർത്താവിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന വിശുദ്ധരായ വ്യക്തിത്വങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറും. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം 31-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാം തിരുവചനം, കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. കർത്താവിൻ്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ, കർത്താവേ, നിൻ്റെ കൃപയാലും കരുണയാലും ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള സകലരെയും, നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, കർത്താവെ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന, എന്നുമെന്നും